സ്പെഷ്യൽ എഡിഷനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. അഴിമതിയും സാമ്പത്തിക തകർച്ചയും കാർഷിക പ്രതിസന്ധിയും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്ന് രാഹുൽ ഗാന്ധി. നരേന്ദ്രമോദി രാജ്യത്തെ വിഭജിച്ചു. വയനാടുമായുള്ള ബന്ധം എന്നും നിലനിർത്തും. തിരുനെല്ലി ക്ഷേത്രത്തിൽ രാഹുൽ ബലിതർപ്പണം നടത്തി. കേരളത്തിലെ പ്രചാരണം പൂർത്തിയാക്കി രാഹുൽ മടങ്ങി. രണ്ടാം ഘട്ട വോട്ടെടുപ്പിന് മണിക്കൂറുകൾ ബാക്കിയിരിക്കെ ആദായ നികുതി വകുപ്പ് റെയ്ഡ് തുടരുന്നു. നാളെ 95 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ്. വോട്ടർമാർക്ക് പണം നൽകാൻ നിർദ്ദേശിക്കുന്ന അണ്ണാ DMK നേതാവിന്റെ വീഡിയോ പുറത്ത്. നോട്ട് നിരോധനത്തിലെ അഴിമതിക്ക് കൂടുതൽ തെളിവുകളുമായി കോൺഗ്രസ്. ഭീകരവാദ കേസിലെ പ്രതി പ്രഗ്യാ സിംഗ് ഠാക്കൂർ BJP സ്ഥാനാർത്ഥി. മംഗലാപുരത്ത് നിന്ന് കൊച്ചിയിലെത്തിച്ച കുട്ടിയുടെ ഹൃദയ ശസ്ത്രക്രിയ നാളെ. രക്തപരിശോധനാ ഫലം കാത്തിരിക്കുന്നുവെന്ന് ഡോക്ടർമാർ. തലയ്ക്ക് പരിക്കേറ്റ് കൊച്ചിയിൽ ചികിത്സയിൽ കഴിയുന്ന 3 വയസ്സുകാരന്റെ പരിക്കിൽ ദുരൂഹത. തലയിൽ അസ്വാഭാവിക മുറിവുകൾ. ജെറ്റ് എയർവേസ് എല്ലാ സർവീസുകളും നിർത്തിവെച്ചു. നടപടി കടുത്ത സാമ്പത്തിക ബാധ്യതയെ തുടർന്ന്. അവസാന സർവീസ് അമൃത്സറിൽ നിന്ന് മുംബൈയിലേക്ക്. 8000 കോടിയിലധികം രൂപയുടെ ബാധ്യതയെന്ന് റിപ്പോർട്ട്. കനത്ത വേനൽ ചൂടിന് ആശ്വാസം പകർന്ന സംസ്ഥാനത്ത് പലയിടത്തും മഴ. തെക്കൻ കേരളത്തിൽ 5 ദിവസത്തേക്ക് മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ശക്തമായ കാറ്റിന് സാധ്യത. കാറ്റിലും മഴയിലും ഉത്തരേന്ത്യയിൽ 31 മരണം. ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ സെമിഫൈനൽ ലക്ഷ്യമിട്ട് ലിവർപൂളും മാഞ്ചസ്റ്റർ സിറ്റിയും. സിറ്റിക്ക് എതിരാളികൾ ടോട്ടനം. ലിവർപൂൾ പോർട്ടോയെ നേരിടും. IPL-ൽ ചെന്നൈ സൂപ്പർ കിങ്സും സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. രാഹുൽ കേരളത്തിൽ 2ാം തവണയും വന്നുപോയി. കണ്ണൂരിനെ ഒഴിവാക്കി രാഹുലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആർക്കെതിരിലാണ്? BJPക്ക് ഒരു സീറ്റ് പോലും ഇല്ലാത്ത കേരളത്തിൽ BJPക്കെതിരെയാണ് രാഹുലിന്റെ പ്രചാരണം. രാഹുലിനെ ഇടതുപക്ഷം ആക്രമിക്കുമ്പോൾ ഇടതുപക്ഷത്തിനെതിരെ ഒരു വാക്ക് പോലും മിണ്ടാതെ രാഹുൽ എല്ലായിടത്തും BJPയെ മാത്രം ആക്രമിക്കുന്നു. രാഹുലിന്റെ വരവോടെ ആഞ്ഞടിക്കുകയും ഇടക്കാലത്ത് ശക്തി കുറയുകയും ചെയ്ത തരംഗം രാഹുലിന്റെ 2ാം വരവിൽ ദൃശ്യമാണോ എന്നാണ് ഇന്ന് സ്പെഷ്യൽ എഡിഷൻ പരിശോധിക്കുന്ന. നമ്മോടൊപ്പം അതിഥികളായി കോൺഗ്രസ് നേതാവ് ഡോക്ടർ ശൂരനാട് രാജശേഖരൻ, BJP നേതാവ് രാധാകൃഷ്ണൻ മേനോൻ, മാധ്യമപ്രവർത്തകൻ ജോർജ് പൊടിപ്പാറ, ഇടതു നിരീക്ഷകൻ ലാൽകുമാർ എന്നിവർ ചേരും. രാഹുലിൻ്റെ 2ാം വരവ് തരംഗം സൃഷ്ടിച്ചു എന്നാണ് ആദ്യം സ്പെഷ്യൽ എഡിഷൻ പരിശോധിക്കുന്നത്. ആദ്യം ശൂരനാട് രാജശേഖരനിലേക്ക്. ശ്രീ ശൂരനാട് രാജശേഖരൻ, BJPക്ക് സാധ്യതയില്ല എന്ന് UDFും LDFും ഒരുപോലെ ആവർത്തിക്കുന്ന കേരളത്തിൽ BJPക്കെതിരെ മാത്രം പ്രചാരണം നടത്തുകയാണ് രാഹുൽ തൻ്റെ 2ാം വരവിൽ ചെയ്തത്. അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രചാരണം കൊണ്ട് കേരളത്തിൽ UDFിന് അനുകൂലമായ എന്ത് തരംഗം ഉണ്ടാവുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? തീർച്ചയായിട്ടും ഇന്ത്യ ഒട്ടാകെ കാണുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട വിഷയം നരേന്ദ്രമോദിയുടെ ഏകാധിപത്യ ഭരണം അവസാനിപ്പിക്കണം. ജനാധിപത്യം തകർത്ത ഈ ഭരണത്തിന് പകരമായി രാജ്യത്തൊരു ഭരണം ഉണ്ടാകണം. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ എത്രയോ കാലമായി പടിപടിയായി ഉയർത്തിക്കൊണ്ടുവന്ന സമ്പദ്ഘടന മുഴുവൻ തകർത്തുപോയ ഒരു ഭരണം. ഇതിനൊക്കെ പരിഹാരമുണ്ടാക്കണമെങ്കിൽ, പുതിയൊരു ഭരണമാറ്റം ഉണ്ടാകണമെങ്കിൽ ഇന്ത്യയെ ഒന്നായി കാണുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി, ഇന്ത്യയിൽ മുഴുവൻ വേറുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി, ആ പാർട്ടി എന്നുള്ള നിലയിലാണ് കോൺഗ്രസ് അതിൻ്റെ സമീപനം ഇക്കാര്യത്തിലെടുത്തുള്ളത്. കേരളത്തിൽ തീർച്ചയായിട്ടും കോൺഗ്രസും നയിക്കുന്ന UDFും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും തമ്മിലാണ് മത്സരം. ഇടതുപക്ഷ മുന്നണി എന്ന് പറയാൻ പറ്റില്ല. 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും വീതം വെച്ചെടുത്ത സീറ്റുകളിൽ അവരും ഐക്യജനാധിപത്യ മുന്നണി ഇപ്പുറത്തും ആയിട്ടാണ് മത്സരം. അപ്പോൾ ആ മത്സരത്തിൽ കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെയും UDFിൻ്റെയും ഒന്നാമത്തെ ശത്രു മത്സരരംഗത്ത് ഇപ്പം LDFും UDFും തമ്മിലാണ് മത്സരം. അത് ശരിയാണ്. അപ്പോൾ 20 നിയോജകമണ്ഡലത്തിലും LDFും UDFും തമ്മിൽ മത്സരം നടക്കുമ്പോൾ രാഹുൽ ഗാന്ധി വയനാടിൽ മത്സരിക്കാൻ വന്നത് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയതുപോലെ എനിക്ക് കേരളത്തെ ഇഷ്ടമാണ്. അതുമാത്രമല്ല, തെക്കേ ഇന്ത്യക്കൊരു പ്രാതിനിധ്യം ഇന്ത്യയുടെ ഭരണ സംവിധാനത്തിൽ ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് അമേത്തിയിലും അതോടൊപ്പം തെക്കേ ഇന്ത്യയിലും മത്സരിക്കാൻ. അത് തെക്കേ ഇന്ത്യയിൽ കർണാടകത്തിലോ തമിഴ്നാടോ കേരളമോ എന്ന് വന്നപ്പോൾ കേരളത്തെ ഞാൻ ഇഷ്ടപ്പെട്ടു, കേരളം ഞാൻ മത്സരിക്കാൻ തീരുമാനിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞതാണ്. അപ്പോൾ പക്ഷേ ആ മത്സരരംഗത്ത് വന്നപ്പോഴത്തേക്ക് എത്ര രോദനമാണ്, എന്ത് പൊട്ടിത്തെറിയാണ് ഇടതുപക്ഷങ്ങൾ നടത്തിയത്. ഇടതുപക്ഷം മൊത്തമില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ. അപകടകരമായ സ്ഥിതിയിലേക്ക് രാഹുൽ ഗാന്ധിയെ പറയാൻ ഇനി ഒന്നുമില്ല. വളരെ മോശപ്പെട്ട രീതിയിൽ പ്രതികരണമുണ്ടായി. അപ്പോൾ 20 നിയോജകമണ്ഡലത്തിലും കോൺഗ്രസും UDFും LDFും തമ്മിൽ മത്സരിക്കുമ്പോൾ രാഹുൽ ഗാന്ധി ഐക്യജനാധിപത്യമുള്ള സ്ഥാനാർത്ഥിയായി വയനാട്ടിൽ മത്സരിക്കുന്നതിൽ എന്താ തെറ്റ്, അതിലെവിടെയാണ് കുഴപ്പം എന്ന് ഞങ്ങൾ ശാന്തമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോട് ചോദിച്ചതാണ്.
മത്സരത്തെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റായി കാണുകയും ഒറ്റയ്ക്ക് ആക്രമിക്കാൻ ദേശാഭിമാനിയുടെ എഡിറ്റോറിയലും ദേശാഭിമാനിയുടെ വാചകങ്ങളും മറന്നിട്ടില്ല. അദ്ദേഹം നോമിനേഷൻ കൊടുത്ത ദിവസം പുറത്തു വന്ന ദേശാഭിമാനി പത്രത്തിൻ്റെ. എന്തായിരുന്നാലും CPM-നെയും CPI-യെയും ഇത്രയും വിരൽ പിടിക്കത്തക്ക രീതിയിൽ എന്ത് തെറ്റാണ് രാഹുൽ ഗാന്ധി ചെയ്തത് എന്നുള്ളതാണ് സത്യം. അതിനപ്പം അതീതമായി രാഹുലിനെ പോലൊരു ദേശീയ നേതാവ്, നരേന്ദ്രമോദിക്കെതിരായി പറയാൻ കഴിയുന്ന ഏക നേതാവ്, നരേന്ദ്രമോദി താഴെ ഇറക്കാൻ കഴിയുന്ന ഏക നേതാവ്, മറ്റൊരാളുടെ പേര് പറയാനില്ല. ആ ഏക ശക്തി പ്രസ്ഥാനം രാഹുൽ ഗാന്ധിയുടെ ശക്തിയും കരുത്തും സ്രോതസ്സുമാണ് ഇന്ന് നരേന്ദ്രമോദിക്കെതിരായി ഉള്ള ഏറ്റവും വലിയ യുദ്ധം. ഒരു 2 വർഷത്തിന് മുമ്പ് എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? രാജശേഖരൻ, ഒറ്റ കാര്യം, ഇക്കാര്യത്തിൽ നിങ്ങൾ ഈ പറയുന്ന കാര്യത്തിലൊന്നും LDF-നും തർക്കമില്ല, CPM-ന് തർക്കമില്ല എന്ന് മാത്രമല്ല BJP-ക്ക് അനുകൂലമായ ഒരു തരംഗമില്ല കേരളത്തിലെ ജനങ്ങൾ BJP-ക്കെതിരായാണ് ചിന്തിക്കുന്നത് എന്ന് LDF-ഉം UDF-ഉം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിനെതിരെ CPM വിമർശനം ഉന്നയിക്കുമ്പോഴും ഇവിടെ വന്ന് CPM-നെതിരെ പറയാതെ BJP-ക്കെതിരെ പറഞ്ഞുകൊണ്ട് എന്ത് രാഷ്ട്രീയ തരംഗമാണ് കേരളത്തിൽ ഉണ്ടാവുക എന്നാണ് എൻ്റെ ചോദ്യം. ഒരു യുക്തിസഹമായ മറുപടി ഇപ്പോഴും ലഭിച്ചിട്ടില്ല. എന്താ ഉദ്ദേശിക്കുന്നത്? ഏത് തരംഗത്തെ പറ്റിയാണ്? അതല്ല, രാഹുൽ ഗാന്ധി വന്ന് പ്രസംഗിക്കുന്നത് BJP-ക്കെതിരെ, ഇവിടെ LDF പ്രസംഗിക്കുന്നത് BJP-ക്കെതിരെ, UDF പ്രസംഗിക്കുന്നതും BJP-ക്കെതിരെ. ഇത് BJP-ക്കെതിരായ ഒരു തരംഗമുണ്ട്. പക്ഷെ അത് UDF-ന് അനുകൂലമാക്കി മാറ്റാൻ തക്ക എന്ത് ഇടപെടലാണ് രാഹുൽ ഗാന്ധിയുടെ വരവോടെ ഉണ്ടാവുന്നത്? ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, UDF-നെ സംബന്ധിച്ചോളം UDF-ഉം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും തമ്മിലാണ് കേരളത്തിലെ മത്സരം. അത് ഞങ്ങൾ നോക്കിക്കോളാം. രാഹുൽ ഗാന്ധി പറഞ്ഞല്ലോ, അന്ന് നോമിനേഷൻ കൊടുത്തിട്ട് പറഞ്ഞല്ലോ, എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു, പക്ഷേ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ ഞാൻ ആക്രമിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, മറുപടി പറയാനും ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ കേരളം 2.5 വർഷമായിട്ട് ഭരിക്കുന്ന ഈ ഗവൺമെൻറ്റിനെ, ആ ഗവൺമെൻറ്റിൻ്റെ ചെയ്തികളെ പുറത്തു കൊണ്ടുവരാൻ ഐക്യജനാധിപത്യ മുന്നണിക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും കരുത്തുണ്ട് കേരളത്തിൽ. അത് ഞങ്ങൾ പ്രകടിപ്പിക്കുന്നുമുണ്ട്, അത് ചെയ്യുന്നുമുണ്ട്. അക്കാര്യത്തിൽ ഒരു മാറ്റവും വരില്ല. പക്ഷേ രാഹുൽ ഗാന്ധി അത് പറയാനുള്ള കാരണം, അത്രത്തോളം അപമാനകരമായി രാഹുൽ ഗാന്ധി ആക്രമിച്ചപ്പോഴും വേരറ്റ് പോയി തകർന്നു പോകുന്ന ഒരു പ്രസ്ഥാനമാണെങ്കിലും, ഒരു കാലത്ത് ലോകത്തിലെ ഒരു ഭരണക്രമത്തിൻ്റെ ഭാഗമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ. ഇന്ത്യയിൽ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണെങ്കിലും വരാൻ പോകുന്ന ജനാധിപത്യ മതേതരത്വ കൂട്ടുകെട്ടിലെ ഒരു മന്ത്രിസഭ ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്നുള്ളൂ. ആ മന്ത്രിസഭയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ സാന്നിധ്യം വേണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ശരി, റഹീം കൂടിയുണ്ട്, DYFI സംസ്ഥാന സെക്രട്ടറി ശ്രീ A. റഹീം. ഇവിടെ നിങ്ങൾ രാഹുൽ ഗാന്ധിയെ ആക്രമിക്കുമ്പോഴും രാഹുൽ ഗാന്ധി നിങ്ങൾക്കെതിരെ മിണ്ടുന്നില്ല, അദ്ദേഹം BJP-ക്കെതിരെ മാത്രം സംസാരിക്കുന്നു. അതേസമയം കേരളത്തിലെ UDF നേതാക്കൾ നിങ്ങളുടെ ആരോപണങ്ങൾക്ക് പ്രതിരോധം തീർക്കുകയും ചെയ്യുന്നു. ഇതിൽ നിന്ന് വ്യക്തമാണ് ഒരു പോസ്റ്റ് പോൾ അലയൻസ് രാഹുൽ ഗാന്ധി പ്രതീക്ഷിക്കുന്നുണ്ട്. ആ അർത്ഥത്തിലുള്ളൊരു മാന്യത അദ്ദേഹം കാണിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ അദ്ദേഹത്തെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് പ്രശ്നം. ഇതാണ് UDF ചൂണ്ടിക്കാട്ടുന്നത്. കുടുംബത്തെയൊന്നും ഞങ്ങൾ നല്ല രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയ ആരോപണത്തിൽ ഞാൻ റഹീമിലേക്ക് മടങ്ങി വരാം. ചെറിയ റേഞ്ച് പ്രശ്നമുണ്ട്. ശ്രീ ലാൽകുമാർ, ഇവിടെ നോക്കൂ, ഇവിടെ ആക്രമണത്തെ പ്രതിരോധിക്കുന്നത് കേരളത്തിലെ UDF ആണ്. രാഹുൽ ഗാന്ധി ഇന്നും മിണ്ടിയിട്ടില്ല, LDF-നെതിരെ ഒരു വാക്ക് മിണ്ടിയിട്ടില്ല, CPM-നെതിരെ ഒരു വാക്ക് മിണ്ടിയിട്ടില്ല. ഇത് ഒരു ഉയർന്ന രാഷ്ട്രീയ ധാർമ്മികത, ഒരു രാഷ്ട്രീയ മാന്യതയായി കാണേണ്ടതല്ലേ? ഒരു ആൻറ്റി ഫാസിസ്റ്റ് മൂവ്മെൻറ്റ് ഉയർന്നു വരുന്നത് നമ്മൾ കാണുന്നതാണ്. കാര്യം BJP-യെ പുറത്താക്കുക എന്നുള്ള ആശയവുമായിട്ട് ബന്ധപ്പെട്ട് യെച്ചൂരിയെ പോലുള്ള ആൾക്കാർ കോൺസ്റ്റൻ്റ്ലി ആൻഡ് പെർസിസ്റ്റൻ്റ്ലി ഇദ്ദേഹവുമായിട്ട് രാഹുൽ ഗാന്ധിയുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുകയും സമാജ്വാദി പാർട്ടിയും അല്ലെങ്കിൽ BSP-യും ഒക്കെ ചേരുന്നതിൽ വരെ ഇടതുപക്ഷത്തിൻ്റെ ഒരു റോളുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ നമുക്ക് വയനാട്ടിലേക്ക് വന്ന് അദ്ദേഹം മത്സരിക്കുന്ന ആ പോയിൻറ്റ് അതെന്ത് മെസ്സേജാണ് കൊടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. കാര്യം ശത്രു അപ്പുറത്ത് നിൽക്കുന്നു, ആ ശത്രുവിനെ കൊല്ലാൻ നമ്മൾ ഒരുമിച്ച് യുദ്ധം ചെയ്യുന്ന പോയിന്റിൽ കൂട്ടത്തിൽ നിൽക്കുന്നവനെ ആദ്യം കുത്തിക്കൊന്നിട്ട് ബാക്കിയുള്ളവരെ ശത്രുവിനെ കൊല്ലാമെന്ന് ചിന്തിക്കുന്ന ആ ലോജിക്ക് എനിക്ക് മനസ്സിലായിട്ടില്ല. ഒന്ന് കാര്യം അദ്ദേഹത്തിന് മാന്യമായി കർണാടകത്തിൽ മത്സരിക്കാമായിരുന്നു. കാര്യം ആ ഹെഡ് ഓൺ ഹെഡ് ഫൈറ്റ് കൃത്യമായി BJP-ക്കെതിരെ കൊടുക്കാൻ
പറ്റുമായിരുന്നു. കേരളത്തിലെ സാഹചര്യം അനുസരിച്ച് യാതൊരു കാരണവശാലും BJPക്ക് ഒരു സീറ്റ് കിട്ടാൻ പോകുന്നില്ല. അവർ ശബരിമലയെന്നും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പേരൊക്കെ പറയും. കാര്യം പക്ഷേ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള കേരളം ഉറപ്പായിട്ടും ഈ വിഷയങ്ങളെല്ലാം റദ്ദാക്കുകയും എന്താണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, ശബരിമലയെക്കാട്ടിലും വലിയ വിപത്താണ് ഫാസിസ്റ്റുകൾ എന്നുള്ള ബോധ്യം നമുക്കുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ കേരളം ഉറപ്പായിട്ടും കൃത്യമായി BJP വിരുദ്ധമായി വോട്ട് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ എല്ലാവരും ഇവിടുന്ന് പോകുന്ന 20 മെമ്പർമാരും ആൻറ്റി ഫാസിസ്റ്റ് ചേരിയിൽ നിൽക്കുമ്പം എന്ത് മെസ്സേജാണ് രാഹുൽ ഗാന്ധി കൊടുക്കാൻ ഈ കേരള സമൂഹത്തിന് കൊടുക്കാൻ ശ്രമിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒന്നത്. രണ്ടാമത്തെ വിഷയം, രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് സേഫായിട്ട് സൗത്ത് ഇന്ത്യയിൽ നിൽക്കാൻ വേറൊരു മണ്ഡലം ഇല്ലാത്തതുകൊണ്ടാണോ എന്നൊരു സംശയം എൻ്റെ മുന്നിലുണ്ട്. കാരണം നിങ്ങൾ എടുത്തു നോക്കൂ, അദ്ദേഹത്തിന് മാന്യമായി മത്സരിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലം ശിവഗംഗ, തമിഴ്നാട്ടിലാണെങ്കിൽ ശിവഗംഗ മാത്രമായിരിക്കാം. അതിപ്പം ചിദംബരത്തിൻ്റെ മകൻ ആണ് നിൽക്കുന്നത്. DMKയുടെ സപ്പോർട്ടില്ലാതെ അവിടെ ജയിക്കാൻ പറ്റില്ല. കർണാടകത്തിൽ അങ്ങനെ JDSൻ്റെ സപ്പോർട്ടില്ലാതെ ഏതെങ്കിലും ഒരു സീറ്റിൽ ജയിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അങ്ങനെ ഇരിക്കെ ഒരു സേഫ് ബെറ്റ് എന്നുവെച്ചാൽ ഒരു സേഫ് ബെറ്റ് വയനാട് മാത്രമേ ഉള്ളൂ. കേരളത്തിൽ പോലും ടൈറ്റ് ഫൈറ്റ് ഇല്ലാതെ മത്സരം കാഴ്ചവെക്കാൻ സാധ്യതയുള്ള വയനാട് മാത്രമാണ്, വേറൊരു മണ്ഡലം ഇല്ല എന്നുള്ളതാണ് സത്യം. അതുകൂടാതെ നിങ്ങൾ അമേഠിയിലേക്ക് പോയി നോക്കൂ. അമേഠിയിലേക്ക് 2009-ലും 2014-ലും അദ്ദേഹത്തിനെതിരെ SP കാൻഡിഡേറ്റിനെ നിർത്തിയിട്ടില്ല. സമാജ്വാദി പാർട്ടിക്ക് അതിശക്തമായ വേരോട്ടമുള്ള സ്ഥലങ്ങളും അവിടെ വോട്ടുള്ള സ്ഥലവുമാണ്. അവിടെ സമാജ്വാദി പാർട്ടി ആളെ നിർത്താതിരുന്നിട്ടും ഏതാണ്ട് 1 ലക്ഷം വോട്ടിനടുത്താണ് ജയിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. ഭൂരിപക്ഷത്തെക്കുറിച്ച് ഞാൻ തെറ്റുണ്ടാകാം, പക്ഷേ ഒരു ഭീമമായ ഭൂരിപക്ഷം സ്മൃതി ഇറാനിക്കെതിരെ നേടാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അവിടെ BSPയുമായിട്ട് ഒരു പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയും BSP കാലുവാരാൻ സാധ്യതയുള്ള ഭയം അദ്ദേഹത്തിന് ഉണ്ടോ എന്നൊരു സംശയം. പക്ഷേ ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു രാഹുൽ ഗാന്ധി അവിടെ 100% ജയിക്കും. അത് അമേഠിയിൽ അവിടെ ജയിക്കും. അത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് ഉറപ്പായിട്ടും UP എതിർചേരി തൂത്തുവാരും തന്നെ ഞാൻ കരുതുന്നത്. ഇങ്ങനൊരു മെസ്സേജ് കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു. തോറ്റാൽ പോലും ഹെഡ് ഓൺ ഹെഡ് ഫൈറ്റ് നടത്തേണ്ടത് കർണാടകത്തിലായിരുന്നെങ്കിൽ അതിൻ്റെ റിപ്പിൾ ഇഫക്റ്റ് ആക്ച്വലി ഗോവയിലോട്ടോ അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശിലോട്ടോ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സ്റ്റേറ്റിലേക്ക് നമുക്ക് കൂടുതൽ കൊണ്ടുവരാൻ കഴിഞ്ഞതിനെയും ഇവിടുന്നുണ്ടാകുന്ന ഇഫക്റ്റ് വളരെ കുറവ്, 1, 2, 3 മണ്ഡലങ്ങളിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമായി പോകും. പരമാവധി നിങ്ങൾക്ക് പറയാൻ പറ്റുക വടകരയെ വല്ലോ ഇച്ചിരി വല്ലതും വ്യത്യാസം വരും, അല്ലെങ്കിൽ കോഴിക്കോട് വ്യത്യാസം വരും. അത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ടൊന്നും വരുമെന്ന് നമ്മൾ കരുതുക പോലും വേണ്ട. ഞാൻ ട്രിവാൻഡ്രത്തിരിക്കുന്ന ഒരാളാണ്. തിരുവനന്തപുരത്ത് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു ഇഫക്റ്റേ അല്ല. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹം കൊടുത്തൊരു റോങ് മെസ്സേജാണ്. പക്ഷേ ഉറപ്പായിട്ടും വളരെ ആത്മാർത്ഥമായി പറയുകയാണെങ്കിൽ ഒരു ആൻറ്റി ഫാസിസ്റ്റ് ചേരിയുടെ ലീഡർ എന്ന് ഞാൻ വിശേഷിപ്പിച്ചാൽ പോലും എനിക്ക് അങ്ങനെ വിശേഷിപ്പിക്കുന്നതിന് തെറ്റൊന്നുമില്ല, അങ്ങനെ എനിക്ക് മടിയുമില്ല. അങ്ങനെ നിൽക്കുന്ന ഒരാൾ ഒരു പോസിറ്റീവ് പൊളിറ്റിക്സ് സംസാരിക്കുന്നു എന്നുള്ളത് ആശാവഹമാണ്. കാര്യം അദ്ദേഹം സംസാരിക്കുന്നത് എല്ലാം പോസിറ്റീവാണ് സംസാരിച്ചത്. അപ്പുറത്ത് നിൽക്കുന്ന മോഡിജി സംസാരിക്കുന്നത് മൊത്തം നെഗറ്റീവാണ്. ദേശീയത അല്ലെങ്കിൽ തീവ്ര ദേശീയത, മുസ്ലിങ്ങൾക്കെതിരെ പറയുക. ഇപ്പം കഴിഞ്ഞ ദിവസം കേരളത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്, BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരെ പറഞ്ഞത് വളരെ രൂക്ഷമായ സ്റ്റേറ്റ്മെൻറ്റുകളാണ്. അങ്ങനെ വിരുദ്ധതകളും അല്ലെങ്കിൽ ജീർണിച്ച രാഷ്ട്രീയത്തിൻ്റെ ഡിസ്കോഴ്സുകളിലേക്കും പോകുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹം പോസിറ്റീവ് സംസാരിച്ചു. ഇടതുപക്ഷത്തിനെതിരെ സംസാരിക്കില്ല എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ്. അതിൻ്റെ കൂടെ ലാൽകുമാർ ചൂണ്ടിക്കാട്ടുന്നതാണ് കാര്യം. കാരണം രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് മത്സരിക്കാൻ വരുമ്പോൾ വയനാടിനെ പാകിസ്ഥാനാക്കി ഹിന്ദു ഭൂരിപക്ഷ സമുദായത്തിന് പ്രാമുഖ്യമുള്ള മണ്ഡലത്തിൽ നിന്ന് ഒളിച്ചോടുന്നു രാഹുൽ ഗാന്ധി എന്ന് പ്രധാനമന്ത്രി പറയുന്നു. ഇവിടെ സംസ്ഥാന അധ്യക്ഷൻ വർഗീയ പ്രസംഗം നടത്തുന്നു. BJP എല്ലായിടത്തും ഉത്തരേന്ത്യയിലേതുപോലെ തന്നെ കേരളത്തിലും വർഗീയ കാർഡ് ഇറക്കാൻ തീരുമാനിക്കുന്നു, വർഗീയ പരാമർശങ്ങൾ നടത്തുന്നു. അപ്പോൾ പോലും രാഹുൽ ഗാന്ധി പോസിറ്റീവ് പൊളിറ്റിക്സ് മാത്രം സംസാരിക്കുന്നു. നിങ്ങൾക്കെതിരെ സംസാരിക്കുമ്പോൾ പോലും അദ്ദേഹം നിങ്ങളെ ആക്ഷേപിക്കുകയോ വ്യക്തിപരമായി ആക്രമിക്കുകയോ വർഗീയ പ്രചാരണം നടത്തുകയോ അല്ല ചെയ്യുന്നത്. അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത്, ഈ രാജ്യത്തെ എങ്ങനെ പരിവർത്തിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം. ഇതാണ് മാതൃകാപരമായ പോസിറ്റീവായ രാഷ്ട്രീയം. അതിന് നിങ്ങൾ ഭയക്കുന്നതുകൊണ്ടല്ലേ വർഗീയ പ്രചാരണം തുടരുമ്പോഴും അതിൽ മാപ്പ് പോലും പറയാൻ നിങ്ങളുടെ നേതാക്കൾ തയ്യാറാവാത്തത്? എന്നോടാണോ? അതെ. ഹലോ, അതെ പറയൂ രാധാകൃഷ്ണൻ. ഇപ്പോൾ BJPയെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി മത്സരിക്കുന്നത് ഭരണ തുടർച്ചയ്ക്ക് വേണ്ടിയാണ്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ കാലത്ത് നടത്തിയ ഭരണത്തിൻ്റെ നേട്ടങ്ങൾ ജനങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് ആ ഭരണം തുടരാൻ വേണ്ടി അനുമതിയാണ് ഞങ്ങൾ ജനങ്ങളോട് ചോദിക്കുന്നത്. രാഹുൽ ഗാന്ധി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് അംഗീകൃത പ്രതിപക്ഷ നേതാവെങ്കിലും ആകാൻ കഴിയുമോ എന്നുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്നാണ്
ജനാധിപത്യ സംവിധാനത്തെക്കുറിച്ച് അറിവുള്ള പൊതുസമൂഹം വിലയിരുത്തിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവെങ്കിലും ആകണം എന്ന് ആഗ്രഹിക്കാനുള്ള അവകാശമുണ്ട്, പരിശ്രമിക്കാനുള്ള അവകാശമുണ്ട്. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ ഇപ്പോൾ പ്രതിസന്ധിയിലായി അദ്ദേഹം ഇവിടെ മത്സരിക്കാൻ വന്നു എന്ന് പറയുമ്പോൾ, പക്ഷേ അത് പ്രതിസന്ധിയൊന്നുമല്ല, അവർ തമ്മിലുള്ള ധാരണയിലാണ് ഇവിടെ വന്നിട്ടുള്ളത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സൗത്ത് ഇന്ത്യയുടെ പ്രാതിനിധ്യത്തിനോ അല്ലെങ്കിൽ കേരളത്തിൻ്റെ പ്രാതിനിധ്യത്തിനോ വേണ്ടിയാണ് അദ്ദേഹം ഇവിടെ മത്സരിക്കാൻ വന്നത് എന്ന് പറഞ്ഞാൽ അത് കേരളത്തെ അവഹേളിക്കലാവും. കാരണം കഴിഞ്ഞ കാലത്ത് UPA-യുടെ ഭരണകാലത്ത് 8 മന്ത്രിമാരോ 9 മന്ത്രിമാരോ ഒക്കെ കേരളത്തിൽ നിന്നുണ്ടായിരുന്ന കാലഘട്ടമുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള വലിയ പ്രാതിനിധ്യം കേരളത്തിനുണ്ടായ കാലത്തും കേരളത്തിലെ സാമാന്യ ജനത്തിന് വേണ്ടി ഒരു കാര്യവും ചെയ്യാതിരുന്ന ചരിത്രവുമുണ്ട്. അത് റെയിൽവേ ആയാലും റോഡായാലും തോടായാലും ഈ നാടിൻ്റെ പൊതുവികസനത്തിൽ കാര്യമായിട്ടൊന്നും സംഭവിക്കാതെ 8-9 മന്ത്രിമാരെ കേന്ദ്രത്തിൽ AK ആന്റണി അടക്കമുള്ള മന്ത്രിമാരെ നാം ചുമന്നുകൊണ്ട് നടന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൻ്റെ അല്ലെ സൗത്ത് ഇന്ത്യയുടെ പ്രാതിനിധ്യത്തിന് വേണ്ടിയാണ് വീണ്ടും രാഹുൽ ഗാന്ധി ഇങ്ങോട്ട് നേരിട്ട് വരുന്നത് എന്നൊക്കെ പറഞ്ഞാൽ അത് ജനങ്ങളുടെ മുന്നിൽ പുച്ഛമേ ഉണ്ടാക്കൂ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും BJP ചെയ്തു പോകുന്ന വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വെച്ചാണ് നിങ്ങൾ വോട്ട് തേടുന്നതെന്ന് പറഞ്ഞു. നിങ്ങളുടെ പ്രകടന പത്രികയിൽ അത്തരം എന്ത് ക്ലെയിമാണ് നിങ്ങൾ നടത്തുന്നത്? അതായത് ഞങ്ങൾ നടത്തിയ വികസന നേട്ടങ്ങൾ ഇതാണ്, ഇതിന് ഞങ്ങൾക്ക് വോട്ട് ചെയ്യൂ എന്ന് ഏത് BJP നേതാവ് എവിടെയാണ് പ്രസംഗിക്കുന്നത്? നിങ്ങളുടെ പ്രകടന പത്രിക തന്നെ ഇനി നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. എന്ന് മാത്രമല്ല, അടിക്കടി നിങ്ങൾ നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം മാറ്റുന്നു. ഇന്നൊരു പുതിയ മുദ്രാവാക്യം പുറത്തിറങ്ങിയിരിക്കുന്നു, കാം രുക്കേന ദേശ് ചുക്കേന, ഞങ്ങൾ പണി തുടരും, രാജ്യം തല ഉനിക്കില്ല. ഓരോ ദിവസവും മുദ്രാവാക്യം മാറ്റുകയാണ്, അല്ലെങ്കിൽ ഓരോ തെരഞ്ഞെടുപ്പ് ഘട്ടം കഴിയുമ്പോഴും നിങ്ങൾ മുദ്രാവാക്യം മാറ്റുകയാണ്. ഒന്നാം ഘട്ടം കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി സംഗതി പന്തിയല്ല എന്ന്. അങ്ങനെയുള്ള തെറ്റിദ്ധാരണയൊന്നും അങ്ങേക്ക് ആവശ്യമില്ല. ഒന്നാം ഘട്ടത്തിലെ ജനങ്ങൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഓരോ പ്രദേശത്തിൻ്റെ അനുസൃതമായിട്ടാണ് തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ 1-ാം ഘട്ടം 2-ാം ഘട്ടം 3-ാം ഘട്ടം ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഓരോ ഘട്ടത്തിലുള്ള തെരഞ്ഞെടുപ്പിലും ജനങ്ങളുടെ മുന്നിൽ കൂടുതൽ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടത് എന്ന് ഞങ്ങളുടെ സംഘടനാ നേതൃത്വം തീരുമാനിക്കുന്ന കാര്യങ്ങൾ അതാത് ഘട്ടത്തിൽ ഞങ്ങൾ കൂടുതൽ സ്ട്രെസ് ചെയ്തുകൊണ്ട് കൂടുതൽ പ്രാധാന്യത്തോടു കൂടി പുറത്തു പറയുന്നുണ്ടാവും. അത് ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ പ്രചരണത്തിൻ്റെ തന്ത്രത്തിൻ്റെ ഭാഗമാണ്. അതല്ലാതെ ഞങ്ങളിപ്പോൾ ആദ്യം പറഞ്ഞ അതേ മുദ്രാവാക്യം തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നവരെ പറഞ്ഞുകൊണ്ടിരിക്കും എന്ന് അങ്ങനെ തീരുമാനിക്കേണ്ട കാര്യം എന്താ? ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു മുദ്രാവാക്യം മാറ്റിക്കോളൂ. കേരളത്തിലെങ്കിലും രാജ്യത്ത് നടപ്പാക്കിയ പ്രധാനപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ പറയുന്നതിന് പകരം നിങ്ങൾ ഇപ്പോഴും ഞങ്ങൾ ശബരിമല തന്നെ പറയും എന്ന് നിങ്ങൾ ആവർത്തിക്കുന്നു. നിങ്ങളുടെ നേതാക്കൾ വർഗീയ പരാമർശങ്ങൾ നടത്തുന്നു. ഇപ്പോൾ ശ്രീധരൻ പിള്ളയ്ക്കെതിരെ നടപടിയെടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് തെരഞ്ഞെടുപ്പ് ഓഫീസർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ശ്രീ രാധാകൃഷ്ണൻ മേനോൻ, നിങ്ങൾ പറയുന്ന വികസനത്തെക്കുറിച്ചല്ല, വർഗീയതയും അതുപോലെ ശബരിമലയും മാത്രമാണ്. അല്ല, കേരളമടക്കം ഇന്ത്യയിൽ കന്യാകുമാരി മുതൽ കാശ്മീരം വരെയുള്ള പ്രദേശത്ത് സാധാരണക്കാരായ ജനങ്ങൾക്ക് ജൻധൻ അക്കൗണ്ടിലൂടെ ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയതടക്കം ഈ നാട്ടിലെ ശൗചാലയങ്ങളുടെ നിർമ്മാണവും സാമൂഹ്യ പരിവർത്തനത്തിന് വേണ്ടി ഒട്ടേറെ പദ്ധതികൾ, അത് ക്ഷേമ പെൻഷനുകളായാലും സമൂഹത്തിൽ വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കാനുള്ള പദ്ധതിയായാലും ഒട്ടേറെ കാര്യങ്ങൾ ഈ ഗവൺമെൻറ് ചെയ്തതിൻ്റെ നീണ്ട ലിസ്റ്റ് ഞങ്ങൾ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് പ്രചരണ വിഷയമാണ്. പിന്നെ പ്രകടന പത്രിക എന്ന് പറയുന്നത് കഴിഞ്ഞ കാലത്ത് ചെയ്ത കാര്യം പറയാനുള്ള ഒരു സംവിധാനമല്ല, മറിച്ച് ഇനി ചെയ്യാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ജനങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ ഇനി എന്ത് ചെയ്യും എന്ന് പറയുന്നതിന് വേണ്ടിയാണ് പ്രകടന പത്രിക പ്രിൻ്റ് ചെയ്ത് ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആ നിലയ്ക്ക് ഇനി എന്ത് ചെയ്യും എന്നുള്ള കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. ആ പറയുന്ന പ്രകടന പത്രികയിലെ ഒരു വിഷയമാണ് അങ്ങയുടെ സൂചിപ്പിച്ച ശബരിമല അടക്കം. കാരണം കേരളത്തെ സംബന്ധിച്ച് കേരളത്തിലെ ഈശ്വരവിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് സമൂഹത്തിൽ ഒട്ടേറെ പ്രതിസന്ധി ഉണ്ടാവുകയും ഒട്ടേറെ സംശയം ഉണ്ടാവുകയും ചെയ്ത വിഷയമാണ് ശബരിമല സംബന്ധിച്ചിട്ടുള്ള ഇന്നത്തെ സാഹചര്യം. അപ്പോൾ ആ സാഹചര്യത്തെ കേരളത്തിലെ ജനങ്ങളിലെ മാത്രമല്ല സൗത്ത് ഇന്ത്യ, അങ്ങ് സൂചിപ്പിച്ചല്ലോ, ഇപ്പോൾ സൗത്ത് ഇന്ത്യ, കർണാടകം, തമിഴ്നാട്, ആന്ധ്ര, ഇങ്ങനെ ഒട്ടേറെ സംസ്ഥാനങ്ങളിൽ നിന്നും ലക്ഷോപലക്ഷം തീർത്ഥാടകരാണ് ഓരോ സീസണിലും കേരളത്തിലേക്ക് ഒഴുകിയെത്തുന്നത്. കോടിക്കണക്കിന് ആളുകൾ തീർത്ഥാടനം നടത്തുന്ന ശബരിമല, പ്രത്യേകിച്ച് ഹിന്ദുത്വ ഈശ്വര വിശ്വാസികൾ. അപ്പോൾ അവിടെ ആ ഈശ്വര വിശ്വാസികൾ, ഹിന്ദുത്വ വിശ്വാസികൾക്ക് അയ്യപ്പൻ ഹിന്ദുവല്ല, അയ്യപ്പൻ സോഷ്യലിസ്റ്റാണ്, അയ്യപ്പൻ സഖാവാണ് എന്ന് കമ്മ്യൂണിസ്റ്റുകാർ പറയാൻ ആഗ്രഹിക്കുന്നു. അവരത് പറയുന്നു. അയ്യപ്പൻ ഹിന്ദുവാണ് എന്ന് വിശ്വസിക്കുന്ന സമൂഹമുണ്ട്. അവർ ആ ഹിന്ദു വിശ്വാസത്തിൽ അധിഷ്ഠിതമായി, കാരണം ഹരിയും ഹരനും
പരമശിവൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും പുത്രനാണ് അയ്യപ്പൻ എന്നാണ് ഐതിഹ്യം. അപ്പോൾ ആ നിലയിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് അത് വിശ്വസിക്കാനുള്ള അവകാശമുണ്ട്. ആ വിശ്വാസം നിലനിർത്താനും അവിടുത്തെ ആചാരം നിലനിർത്താനുമുള്ള സംവിധാനം അത് ഇപ്പോൾ ഈ അയ്യപ്പൻ്റെ വിഷയത്തിൽ മാത്രമല്ല, മുസ്ലിം പള്ളിയിൽ ഇപ്പോൾ സ്ത്രീകൾ കയറുന്നതിനെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ സുപ്രീം കോടതിയിൽ കേസ് വന്നല്ലോ. അപ്പോൾ അതേ സംബന്ധിച്ചിട്ട് സമസ്ത ഇപ്പോൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, അവിടെ മുസ്ലിം സ്ത്രീകൾ വീട്ടിലിരുന്നാണ് പ്രാർത്ഥിക്കേണ്ടത്, പള്ളിയിൽ പോകണം എന്ന് അവർക്ക് അഭിപ്രായമില്ല. അത് അവരുടെ ഒരു ചിന്താ രീതിയാണ്. അത് മുഴുവൻ മുസ്ലിങ്ങളും അങ്ങനെയാണോ എന്നെനിക്കറിയില്ല. അപ്പോൾ ഏതായാലും അങ്ങനെയുള്ള ശ്രീ രാധാകൃഷ്ണൻ ഒരു കാര്യം കൂടി, ഹിന്ദുവും ഹിന്ദുത്വയും ഒന്നാണോ രണ്ടാണോ എന്നുള്ള തർക്കമൊക്കെ നമുക്ക് വിടാം. പക്ഷെ നിങ്ങൾക്ക് പറയാം, നിങ്ങൾക്ക് പ്രകടനപത്രികയിൽ എഴുതി വെക്കാം, നിങ്ങളുടെ ഹിന്ദുത്വ ഐഡിയോളജി എഴുതി വെക്കാം. പക്ഷേ നിങ്ങൾ മുമ്പ് 2014 പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും നിങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ അതെന്ത് ചെയ്തിട്ടാണ് നിങ്ങളിത് ആവർത്തിക്കുന്നതെന്ന ചോദ്യം സ്വാഭാവികമായി വരും. ഇപ്പോൾ ശബരിമല വിഷയം 2014 ഉണ്ടായിരുന്നില്ല, ഇത്തവണയുണ്ട്. രാമജന്മഭൂമി കഴിഞ്ഞ ഒരു 10-20 വർഷമായി നിങ്ങളുടെ പ്രകടന പത്രികയിലുണ്ട്. നിങ്ങൾ എന്ത് ചെയ്തു അതിനുവേണ്ടി എന്ന് പറയാതെ ഞങ്ങൾ വീണ്ടും അത് ചെയ്യുമെന്ന് പറയുന്നതിലാണ് അപഹാസ്യത. ഞങ്ങൾ നോട്ട് നിരോധനം നടപ്പാക്കി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വോട്ട് പിടിക്കുന്നില്ല. ഞങ്ങൾ അത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് വോട്ട് പിടിക്കുന്നില്ല. നിങ്ങൾ കക്കൂസ് ഉണ്ടാക്കിയ കാര്യം പറഞ്ഞോളൂ, ഓക്കെ, അത് പറയാമെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഡിമോണിറ്റൈസേഷൻ പറയാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് രാമജന്മഭൂമിക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു എന്ന് പറയാത്തത്? എന്തുകൊണ്ടാണ് ശബരിമലയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രയത്നിക്കുമെന്ന് മാനിഫെസ്റ്റോയിൽ എഴുതി വയ്ക്കുമ്പോൾ വാദം കേട്ട് വിധി പറയാൻ മാറ്റിവെച്ച കേസിലാണ് നിങ്ങൾ ഇനി സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്തുമെന്ന് പറയുന്നത്? അതായത് നിങ്ങൾക്ക് ഒന്നും ക്ലെയിം ചെയ്യാനില്ല, പകരം മാനിഫെസ്റ്റോ പോലും കേരളത്തിൽ നിങ്ങൾ പറയുന്നില്ല. മാനിഫെസ്റ്റോയല്ല, പകരം വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് നിങ്ങളത് തിരുത്തുക പോലും ചെയ്യാത്തത്? കേരളം പോലെ പ്രബുദ്ധരായ ഒരു നാട്ടിൽ വർഗീയത പറഞ്ഞ് നിങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ അതിൽ ഖേദം പ്രകടിപ്പിക്കുകയോ തിരുത്തുകയോ പോലും ചെയ്യുന്നില്ല. അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അല്ല, ഇവിടെ അങ്ങ് പറഞ്ഞല്ലോ, വാദം കേട്ട് വിധി പറയാൻ വെച്ചിരിക്കുന്ന കേസിൽ ഇനിയൊന്നുമില്ല എന്ന് അങ്ങയുടെ ധാരണ തെറ്റാണ്. ഞാൻ ആ കേസിലെ കക്ഷിയാണ്. ഞാൻ റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്ത വ്യക്തിയാണ്. റിവ്യൂ പെറ്റീഷൻ അനുവദിച്ചാൽ തന്നെ തീർച്ചയായിട്ടും അതിന് വിധേയമായിട്ട് ഇപ്പോൾ കേട്ടത് 5 അംഗ ബെഞ്ചാണെങ്കിൽ 7 അംഗ ബെഞ്ച് അല്ലെങ്കിൽ അതിൽ കൂടിയ ബെഞ്ച്, കാരണം കോടതി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ബെഞ്ചിൻ്റെ മുന്നിൽ തുടർ വാദം നടക്കും എന്നുള്ളതാണ് റിവ്യൂ പെറ്റീഷൻ അനുവദിച്ചാൽ വരാൻ പോകുന്ന അതിൻ്റെ തുടർച്ച. അപ്പോൾ തീർച്ചയായിട്ടും ആ തുടർ പ്രക്രിയയിൽ കേന്ദ്ര ഗവൺമെന്റിനും അതിൻ്റെതായ റോളുണ്ട്. താങ്കൾ നിയമം അറിയുന്ന ഒരാളാണല്ലോ ശ്രീ രാധാകൃഷ്ണൻ. ഒരു വിധി പുറപ്പെടുവിച്ച അതേ ബെഞ്ച് തന്നെയാണ് റിവ്യൂ ഹർജി പരിഗണിക്കുന്നത്. വിധി പുറപ്പെടുവിച്ച അതേ ബെഞ്ച് തന്നെയാണ് റിവ്യൂ പരിഗണിക്കുക. ഇനി അത് കൂടുതൽ അംഗങ്ങളുള്ള വേറൊരു ബെഞ്ചിലേക്ക് റിവ്യൂവിന് വിടുമെന്നാണ് താങ്കൾ പറയുന്നത്. ഇതൊക്കെ എവിടെ നിന്നാണ് ഈ അറിവ്? അല്ലല്ല, റിവ്യൂവിൽ വിധിയുണ്ടായാൽ ഇത് പുനഃപരിശോധിക്കണമോ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പരിഗണിച്ചിട്ടുള്ളത് സാർ. അതിലാണ് ഞങ്ങളൊക്കെ പങ്കെടുത്തിട്ടുള്ളത്. ഇത് പരിശോധിക്കണമോ എന്നുള്ളതാണ്. അത് പരിശോധിക്കണം എന്ന് തീരുമാനിച്ചാൽ പരിശോധിക്കാനുള്ള പുതിയ സംവിധാനം ഉണ്ടാവും. അത് ആ നിയമവശം അറിയാവുന്ന ആളുകളോട് അങ്ങ് ചോദിച്ച് മനസ്സിലാക്കുക. അങ്ങനെയാണ്. അപ്പോൾ അതേ സംബന്ധിച്ച് ഒരു സംശയവും വേണ്ട. ഇപ്പൊ റിവ്യൂ പരിശോധിക്കുന്നത് ഇത് ശരി, അതിലൊരു തർക്കമില്ല. ഈ വർഗീയ പരാമർശങ്ങൾ നിങ്ങൾ തിരുത്താത്തത് എന്താണ് ശ്രീ രാധാകൃഷ്ണൻ മേനോൻ? അത് തർക്കിക്കുന്നില്ല ഞാൻ. ഈ വർഗീയ പരാമർശം തിരുത്താത്തത് എന്തുകൊണ്ടാണ്? വർഗീയ പരാമർശം ഞങ്ങളങ്ങനെ ആരെയും വേദനിപ്പിക്കാനോ മുറിപ്പെടുത്താനോ ഉദ്ദേശിച്ചുകൊണ്ട് ഒരു വർഗീയ പരാമർശവും ഞങ്ങൾ നടത്തിയിട്ടില്ല. ആരും നടത്തിയിട്ടില്ല. തീർച്ചയായിട്ടും സമൂഹത്തിൽ സാമൂഹ്യ സമരസത നിലനിർത്തി പോകണം എന്ന് ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. ആ നിലയിൽ തന്നെ സമൂഹത്തെ ഒന്നായി കാണുന്ന, ഇപ്പോൾ അങ്ങ് സൂചിപ്പിച്ചല്ലോ ശ്രീധരൻപിള്ളയെ സംബന്ധിച്ച്. ശ്രീധരൻപിള്ള കോഴിക്കോട് ഉള്ള ശ്രീധരൻപിള്ളയെ ഇപ്പോൾ ഈ അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും വിഭാഗത്തിന് വേദനയുണ്ടായി എന്നൊക്കെ പറഞ്ഞാൽ ആ വിഭാഗത്തിനും ആ വിഭാഗത്തിൻ്റെ നേതൃത്വത്തിനും ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ഒരു നേതാവാണ് ശ്രീധരൻപിള്ള. അപ്പോൾ അദ്ദേഹം അങ്ങനെ ഏതെങ്കിലും പ്രത്യേകിച്ച് അങ്ങനെ ഒരു വിഭാഗത്തെ ആക്ഷേപിക്കാൻ വേണ്ടി പറയുന്ന വ്യക്തിയാണോ എന്ന് ആ വിഭാഗത്തിന്റെ നേതൃത്വത്തിനും ആ സമൂഹത്തിനും നന്നായിട്ട് അറിയാം എന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹം കോഴിക്കോടോ അല്ലെങ്കിൽ മലബാറിലോ പറയില്ല, പക്ഷെ തിരുവനന്തപുരത്ത് ചെല്ലുമ്പോൾ പറയുന്നു. അത് പറയുന്നത് ബോധപൂർവമാണ് എന്നാണ് ഞാൻ പറയുന്നത്. അത് ബോധപൂർവം തെരഞ്ഞെടുപ്പ് കാലത്ത് പറയുന്നതാണ്. അവിടെയാണ് പ്രശ്നം. വർഗീയത പറഞ്ഞ് വോട്ട് പിടിക്കുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് പ്രശ്നം. അദ്ദേഹം മലബാറിൽ ഒരുപക്ഷെ അദ്ദേഹം പറയില്ല. അദ്ദേഹം അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്യുന്ന പൊതുപ്രവർത്തനം നടന്ന കോഴിക്കോട്ട് അത് പറയണ്ടാവില്ല. പക്ഷേ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന് വോട്ട് വേണം, അവിടെ വർഗീയത പറയണം, അങ്ങനെ വോട്ട് കിട്ടൂ. അതുകൊണ്ടാണ് പ്രശ്നം.
അല്ല, അങ്ങനെ വോട്ട് കിട്ടാൻ എന്നുള്ളതിനപ്പുറത്ത് ഇപ്പോൾ ഒരു പ്രശ്നം പരാമർശിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും പല കാര്യങ്ങളും നമ്മൾ പറയുന്നതിനെ ഇപ്പോൾ അതാത് സമയത്ത് അത് കേൾക്കുന്ന മാധ്യമങ്ങൾക്ക് താല്പര്യമനുസരിച്ച് വ്യാഖ്യാനിക്കുന്നുണ്ട്. അത് ശരിയാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഇനി കൂടുതൽ എന്തെങ്കിലും പറയണമെങ്കിൽ അദ്ദേഹം തന്നെയാണ് പറയേണ്ടത്. അദ്ദേഹം ഇതിൻ്റെ പാർട്ടിയുടെ പ്രസിഡന്റാണ്. പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അദ്ദേഹം പറഞ്ഞ അഭിപ്രായം തിരുത്താനുള്ള ആൾ ഞാനല്ല. അത് തിരുത്തുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ എത്തുമ്പോൾ അദ്ദേഹം നോമിനേഷൻ കൊടുക്കുന്ന സമയം വരെ കേരളത്തിലൊരു തരംഗമുണ്ടെന്നൊരു പ്രതീതി സൃഷ്ടിച്ചിരുന്നു. UDF-ഉം അവകാശപ്പെട്ടിരുന്നു 20-20 2020 ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹം രണ്ടാം വട്ടം വന്ന് പ്രചാരണം നടത്തി പോകുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ പ്രചാരണത്തിന് അഭാവം നടന്നത് കണ്ണൂരിലാണ്. കണ്ണൂരിൽ ഇന്ന് രാവിലെ അദ്ദേഹം വാർത്താസമ്മേളനം നടത്തി. പക്ഷേ കണ്ണൂർ മണ്ഡലത്തിൽ നാം പ്രതീക്ഷിച്ചു അവിടെ ഒരു റാലി ഉണ്ടാകുമെന്ന്. പക്ഷേ മുൻപ് ഷെഡ്യൂൾ ചെയ്തതാണെന്ന് അറിയുന്നു. പിന്നീട് അത് മാറ്റിവെക്കുകയുണ്ടായി. കണ്ണൂർ ഒഴിവാക്കിക്കൊണ്ട് ബാക്കിയിടങ്ങളിൽ അദ്ദേഹം പ്രചാരണവും നടത്തി. ആ കണ്ണൂരിൽ പ്രചാരണ പരിപാടി ഒഴിവാക്കിയതിൽ എന്തെങ്കിലും പ്രാധാന്യം, രാഷ്ട്രീയ പ്രാധാന്യം നിങ്ങൾ കാണുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു രാഹുൽ ഗാന്ധിയുടെ ഇത്തവണത്തെ രണ്ടാം വരവ് അല്ലെങ്കിൽ രണ്ടാം സന്ദർശനം അദ്ദേഹം വളരെ മുൻകൂട്ടി നിശ്ചയിച്ച ഒരു രാഷ്ട്രീയ അജണ്ട അല്ലെങ്കിൽ കേരളത്തിൽ ഏത് രാഷ്ട്രീയ തന്ത്രമാണ് ഉപയോഗിക്കേണ്ടത് എന്ന് അദ്ദേഹം വളരെ നേരത്തെ തന്നെ നിശ്ചയിച്ചിട്ടുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ വളരെ നിർദ്ദോഷമോ നിഷ്കളങ്കമോ ആയിട്ടുള്ളൊരു രാഷ്ട്രീയ തന്ത്രമല്ല ഇത്. പലരും കരുതുന്നത് പോലെ രാഹുലിൻ്റെ രാഷ്ട്രീയ തന്ത്രം എന്ന് പറയുന്നത് കോൺഗ്രസ്സിന് കേരളത്തിലൊരു രാഷ്ട്രീയ നേട്ടവും ഉണ്ടാക്കി കൊടുക്കാത്തൊരു തന്ത്രമല്ല. അത് വളരെ സമർത്ഥമായ രാഷ്ട്രീയ തന്ത്രമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം കേരളത്തിൽ UDF-ഉം LDF-ഉം തമ്മിലാണ് യഥാർത്ഥ പോരാട്ടം. അതിന് നടുവിൽ ഇരു മുന്നണികൾക്കും വെല്ലുവിളിയായി കുറേ സീറ്റുകളിലെങ്കിലും BJP വളരെ ശക്തമായിട്ട് മുന്നോട്ട് വരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ വിജയം നിശ്ചയിക്കുന്നത് ഇവിടുത്തെ ഭൂരിപക്ഷ വോട്ടുകളേക്കാൾ ന്യൂനപക്ഷ വോട്ടുകളാണ്. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കത്തിൽ തന്നെ ഏറ്റവും വലിയ പ്രചരണ വിഷയമായിട്ട് LDF കോലീബി സഖ്യം മുന്നോട്ട് വെച്ചത്. ഇത് എല്ലാ കാലത്തും CPM വളരെ സമർത്ഥമായി ഉപയോഗിക്കുന്ന ഒരു രാഷ്ട്രീയ മാർഗമാണ്. അതിലൂടെ അവരുടെ മുഖ്യ വോട്ട് ബാങ്കായ ഹിന്ദു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഹിന്ദു സമുദായത്തിൽ നിന്നുള്ള വോട്ടുകൾക്കൊപ്പം ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നുള്ള ഒരു നിശ്ചിത ശതമാനം വോട്ടുകൾ കൂടിയാകുമ്പോൾ, അഥവാ യഥാർത്ഥത്തിൽ കേരളത്തിൽ RSS-നെയും BJP-യെയും സംഘപരിവാറിനെയും അഥവാ NDA-യെ നേരിടാനുള്ള യഥാർത്ഥ ശക്തിയും ശേമുഷിയും ഞങ്ങൾക്കാണുള്ളത്. യഥാർത്ഥത്തിൽ RSS വിരുദ്ധ പോരാട്ടത്തിൽ അല്ലെങ്കിൽ BJP വിരുദ്ധ പോരാട്ടത്തിൽ ദ റിയൽ ചാമ്പ്യൻസ് ആർ LDF ആണ് എന്നുള്ള ഒരു ബോധ്യം ന്യൂനപക്ഷ സമുദായത്തിലേക്ക് കടത്തിവിടാനാണ് LDF എന്നും സമർത്ഥമായി ശ്രമിച്ചിട്ടുള്ളത്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയുള്ള വളരെ വിദഗ്ധമായ ഒരു രാഷ്ട്രീയ തന്ത്രമാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർക്ക് പോലും അത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. രാഹുൽ ഗാന്ധി ദേശീയ തലത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ദേശീയ തലത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രചരണ അജണ്ട കേരളത്തിൽ വരുമ്പോൾ മാറ്റിവെക്കുന്നതിന് പകരം അദ്ദേഹം കേരളത്തിലും അതേ അജണ്ടയിൽ ഉറച്ചു നിൽക്കുകയാണ്. ഞങ്ങൾ എതിരിടുന്നത് കേരളത്തിൽ മാത്രം പ്രസക്തിയുള്ള CPM-നോടല്ല, മറിച്ച് ദേശീയ തലത്തിലാണ് ഞങ്ങളുടെ പോരാട്ടം. ഒരു രാജ്യത്തെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഞാൻ എതിരിടുന്നത് നരേന്ദ്രമോദിയെയാണ്, അല്ലാതെ പ്രകാശ് കാരാട്ടിനെയോ യെച്ചൂരിയോ കേരളത്തിലെ പിണറായി വിജയനെയോ അല്ല. മറിച്ച് കോൺഗ്രസ് പോരാടുന്നതും കോൺഗ്രസ് പ്രസിഡന്റ് പോരാടുന്നതും NDA ഭരണത്തിന് വിരാമമിടാനും നരേന്ദ്രമോദിയുടെ അപ്രമാദിത്വത്തെ വെല്ലുവിളിക്കാനും അങ്ങനെ ഇന്ത്യയിൽ ഒരു ഭരണമാറ്റം സൃഷ്ടിക്കാനുമാണ് എന്ന പ്രതീതിയാണ് മാസങ്ങളായി അല്ലെങ്കിൽ വർഷങ്ങളായി രാഹുൽ ഗാന്ധി മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയ തന്ത്രം അല്ലെങ്കിൽ രാഷ്ട്രീയ പോരാട്ടം. ആ രാഷ്ട്രീയ പോരാട്ടത്തിന് വയനാട്ടിൽ വന്ന് സ്ഥാനാർത്ഥിയായി നിൽക്കുന്നു എന്ന ഒറ്റ കാരണത്താൽ കേരളത്തിൽ UDF-ഉം LDF-ഉം തമ്മിലാണ് യഥാർത്ഥ രാഷ്ട്രീയ പോരാട്ടം എന്നുള്ളത് കൊണ്ട് അദ്ദേഹം കേരളത്തിൽ വന്ന് CPM-നെയും LDF-നെയും അദ്ദേഹം ആക്രമിച്ചാൽ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ആ രാഷ്ട്രീയ ആ ഒരു പോരാട്ടത്തിൻ്റെ അല്ലെങ്കിൽ ആ അജണ്ട ആ നയത്തിലുള്ള വ്യതിയാനമായി മാറും. ഒപ്പം തന്നെ ഇതിലൂടെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന കേരളത്തിലെ ന്യൂനപക്ഷ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് വെക്കുന്ന വളരെ വ്യക്തമായി നൽകുന്ന ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശം നിങ്ങൾ വിചാരിക്കുന്നത് പോലെ NDA-ക്കും നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും അഥവാ സംഘപരിവാറിനും എതിരായി
യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ പോരാട്ടം നടത്തുന്നത് കോൺഗ്രസ്സാണ്. അത്തരം ഒരു പോരാട്ടത്തിനുള്ള വിഭവശേഷിയും അതുപോലെ തന്നെ സംഖ്യാശേഷിയും കോൺഗ്രസിന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് സഖ്യം അല്ലെങ്കിൽ LDF അത് ശരിയാണ്. പക്ഷേ കേരളത്തിൽ അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ ഞങ്ങൾ വിശ്വാസികളോടൊപ്പമാണ് എന്ന് അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട്. ഇവിടെ BJP നടത്തുന്ന പ്രധാന പ്രചാരണ ആയുധം ശബരിമലയാണ്. ശബരിമലയെക്കുറിച്ചാണ് ഞങ്ങൾ വിശ്വാസികളോടൊപ്പമാണെന്ന് രാഹുൽ ഗാന്ധിയും പറയുന്നത്. നോക്കൂ, ഇവിടെ ഒരേ സമയം BJP എങ്ങനെയാണോ LDFനെ ആക്രമിക്കുന്നത് അതിനോടൊപ്പം നിന്നു കൊടുക്കുകയാണ്, ആ കാറ്റിനോടൊപ്പം നിന്നു കൊടുക്കുകയാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്നത്. ഇവിടെയാണ് പ്രശ്നം. അതായത് ഒരു വശത്ത് LDFനെ ആക്രമിക്കാതിരിക്കുക, അതേസമയം തന്നെ LDFനെതിരെ BJP ഉന്നയിക്കുന്ന പ്രധാന ആരോപണത്തിന് ഒപ്പം നിന്നു കൊടുക്കുക. അതല്ലേ രാഹുൽ ഗാന്ധി ചെയ്യുന്നത്? ഫലത്തിൽ പ്രത്യക്ഷത്തിൽ വേണമെങ്കിൽ അങ്ങനെ വ്യാഖ്യാനിക്കാം. കാരണം രാഹുൽ ഗാന്ധി ഈ ശബരിമല വിഷയം ഉണ്ടായപ്പോൾ തന്നെ വ്യക്തിപരമായി ശബരിമലയിൽ യുവതീ പ്രവേശനത്തിനെ ഞാൻ എതിർക്കുന്നില്ല, സുപ്രീം കോടതി വിധിയെ ഞാൻ യഥാർത്ഥത്തിൽ വ്യക്തിപരമായി ഞാൻ എതിർക്കുന്നില്ല. പക്ഷേ കേരളത്തിലെ കോൺഗ്രസിൻ്റെ താല്പര്യവും ഇവിടുത്തെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെയും UDF പ്രസ്ഥാനത്തിൻ്റെയും വികാരം ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിലെ വിശ്വാസി സമൂഹത്തിൻ്റെ മഹാഭൂരിപക്ഷത്തിൻ്റെയും വികാരം ഉൾക്കൊള്ളുന്നൊരു സമീപനം ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടിയും UDFും സ്വീകരിക്കുമ്പോൾ ഞാനത് അംഗീകരിക്കുന്നു. അവരുടെ വികാരപരമായ അല്ലെങ്കിൽ വൈകാരികമായ ആ സമീപനത്തെ ഞാൻ അംഗീകരിക്കുന്നു. പ്രത്യേകിച്ച് എനിക്ക് വ്യക്തിപരമായി അതിനോട് താല്പര്യമില്ലെങ്കിൽ കൂടിയും എന്ന് രാഹുൽ ഗാന്ധി മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇന്ന് കേരളത്തിൽ വന്ന് ഞാൻ വിശ്വാസികൾക്കെതിരാണ് അല്ലെങ്കിൽ വിശ്വാസികളുടെ ആ ഒരു ശബരിമല വിഷയത്തിൽ കേരളത്തിലെ വിശ്വാസികളുടെ താല്പര്യത്തിന് അനുഗുണമല്ല അല്ലെങ്കിൽ അതിനോട് എതിരാണ് ഞാൻ എന്ന് പറയാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയില്ല. മറിച്ച് അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി ശ്രീ A. റഹീം ഇവിടെയാണ്. അതായത് LDFനോട് ഏറ്റവും മികച്ച ഉന്നതമായ ഒരു മാന്യമായ ഒരു സമീപന രീതി കേരളത്തിൽ രാഹുൽ ഗാന്ധി സ്വീകരിക്കുന്നു. എപ്പോൾ നിങ്ങൾ അദ്ദേഹത്തെ വ്യക്തിപരമായി തന്നെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം നോമിനേഷൻ കൊടുത്തതിന് പിറ്റേന്ന് പാർട്ടി മുഖപത്രത്തിൽ വന്ന എഡിറ്റോറിയൽ ഉൾപ്പെടെ അദ്ദേഹത്തിനെതിരെ പാർട്ടി നേതാക്കൾ നടത്തുന്ന CPM നേതാക്കളും LDF നേതാക്കൾ നടത്തുന്ന ആക്രമണങ്ങൾ ഉൾപ്പെടെ അദ്ദേഹം അവഗണിക്കുകയും അതേസമയം ഇടതുപക്ഷത്തോട് വളരെ മാന്യമായ ഒരു സമീപനം സ്വീകരിക്കുകയുമാണ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ അദ്ദേഹത്തിനെതിരെ പ്രചാരണം തുടരുകയും ചെയ്യുന്നു. ഇതെന്തുകൊണ്ടാണ്? അല്ല, എനിക്കൊരു സംശയം. ഇതിനു മുമ്പ് സംസാരിച്ചത് ആരാണ്? ജോർജ് പൊടിപ്പാറയാണ്, മാധ്യമപ്രവർത്തകൻ. നല്ല അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങളെ അർഹിക്കുന്ന അവജ്ഞയോടെ ഞാൻ തള്ളിക്കളയുകയാണ്. അതിൽ നിന്ന് തുടങ്ങാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം എത്ര വലിയ നിരീക്ഷണമാണ് നടത്തിയത്. അദ്ദേഹം പറഞ്ഞു, ഈ രാജ്യത്ത് CPIM ഒരു പ്രസക്തമായ കാര്യമേ അല്ല, അവിടെ അതുകൊണ്ടാണ് അദ്ദേഹം ഈ നിലയിൽ അദ്ദേഹം കുറെ കാലമായി അങ്ങനെ ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമാണ് ശ്രീ രാഹുൽ ഗാന്ധി ഉയർത്തിപ്പിടിക്കുന്നത് എന്ന്. രാഹുൽ ഗാന്ധി ഇതിന് തൊട്ട് മുമ്പ് ഇവിടെ വന്നപ്പോൾ നടത്തിയ പ്രസംഗം ഇദ്ദേഹം ഒന്ന് കേൾക്കണം. എന്തായിരുന്നു BJP വിരുദ്ധ പോരാട്ടത്തിൽ? അല്ല, ഞാനൊന്ന് സംസാരിക്കട്ടെ. പോരാട്ടത്തിൽ കേൾക്കണം. BJP വിരുദ്ധ പോരാട്ടത്തിൽ ഈ രാജ്യത്ത് ഏറ്റവും പ്രസക്തമായ പ്രസ്ഥാനം ഇടതുപക്ഷമാണ്, ഒന്ന്. രണ്ട്, BJP വിരുദ്ധ പോരാട്ടത്തിൽ ഏറ്റവും അപ്രസക്തമായ ഒരു പ്രസ്ഥാനം അത് സാക്ഷാൽ രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് ആണ്. എന്തുകൊണ്ടാണ്? നേരത്തെ അജിത് ചോദിച്ചൊരു ചോദ്യത്തോട് ഞാൻ ചേർത്ത് വെക്കുകയാണ്. ഞാൻ ഇദ്ദേഹത്തോട് പറയുന്നു, രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് തിരഞ്ഞെടുത്തത് തന്നെ എന്തിനു വേണ്ടി? BJP എതിർക്കാനാണോ? അല്ല. അത് കൊടുത്ത സന്ദേശം എന്ത്? അതവിടെ നിൽക്കട്ടെ. അതിന് അദ്ദേഹം കൊടുത്ത രാഷ്ട്രീയമായ മറുപടി എന്തായിരുന്നു? കേരളത്തെ വിഘടിപ്പിക്കാൻ വേണ്ടി നരേന്ദ്രമോദി ശ്രമിക്കുന്നു എന്ന്. ശരിയാണ്. കേരളത്തെ വിഘടിപ്പിക്കാൻ നരേന്ദ്രമോദി ഉപയോഗിച്ച ആയുധത്തിന്റെ പേരാണ് ശബരിമല. ആ വിഷയത്തിൽ രാഹുൽ ഗാന്ധിയും രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസും നിലയുറപ്പിച്ചത് ഈ രാജ്യത്തെ BJPക്കൊപ്പമാണ്. ഞാൻ അദ്ദേഹത്തോട് വ്യക്തിപരമായ ഒരു കാര്യം ചോദിക്കും. രാഹുൽ ഗാന്ധി കേരളത്തിൽ വരുന്ന സന്ദർഭത്തിലാണ് മുസ്ലിങ്ങളെ മതമറിയുന്നതിന് വേണ്ടി വസ്ത്രം ഉയർത്തി നോക്കണമെന്ന് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പ്രസംഗിച്ചത്. ആ പ്രസംഗത്തിനെതിരെ രാഹുൽ ഗാന്ധിക്ക് പരാതിയില്ല, കോൺഗ്രസിന്റെ ഒരാൾക്കും പരാതിയില്ല, ഒരാളും ഒരു കടലാസിൽ പരാതി എഴുതി കൊടുത്തതുമില്ല. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? വയനാടിനെ വംശീയമായി അധിക്ഷേപിച്ചു അമിത്ഷാ. രാഹുൽ ഗാന്ധിക്കും ഉണ്ടായിട്ടില്ല, കോൺഗ്രസിന് അത് സംബന്ധിച്ച് പരാതിയുമില്ല. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? പോട്ടെ, ഞാൻ ശ്രീ ജോർജിനോട് ചോദിക്കുന്നു, രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വണ്ടി കയറിയപ്പോൾ പ്രിയങ്ക ഗാന്ധി യാത്രയായത് അയോധ്യയിലേക്കാണ്. എന്തുകൊണ്ടാണ് സാർ അയോധ്യയിലെ തിരഞ്ഞെടുത്തത്? അയോധ്യ എന്തിന്റെ പ്രതീകമാണ്? ഈ രാജ്യത്തെ കർഷകർ മരിച്ചു വീണതിന്റെ പ്രതീകമാണോ? അയോധ്യ തീവ്ര വർഗീയതയുടെ പ്രതീകമാണ്. അമിത്ഷായും സഞ്ചരിക്കുന്നത് അയോധ്യയിലേക്ക്, പ്രിയങ്ക ഗാന്ധിയും പോകുന്നത് അയോധ്യയിലേക്ക്. അയോധ്യയിലാണ് പോകുന്നതെങ്കിൽ പ്രിയങ്ക ചെയ്യേണ്ടത് സരയുവിന്റെ തീരത്ത് ഉടഞ്ഞു കിടക്കുന്ന കോൺഗ്രസിന്റെ ഭരണകാലത്ത് RSSകാർ തകർത്തെറിഞ്ഞ ബാബറി മസ്ജിദിനരികിലാണ് പോകേണ്ടത്. പോയോ പ്രിയങ്ക ഗാന്ധി?
തകർന്നടിഞ്ഞ മിനാരങ്ങളുടെ അരികിൽ ചെന്ന് നിൽക്കില്ല. ജയ് ശ്രീറാം വിളികളുടെ നടുവിലൂടെ മോദി എങ്ങനെയാണോ അയോധ്യയിൽ സഞ്ചരിക്കുന്നത് അതിനേക്കാൾ കൂടുതൽ ആരാധകർ എനിക്കാണെന്ന് പറഞ്ഞ് സഞ്ചരിക്കുകയാണ്. ഞാൻ വേറൊരു കാര്യം വിനീതമായി ചോദിക്കുന്നു. ഇവിടെ ലീഗ് ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയാണല്ലോ. ലീഗ് നിർണായകമാണ്. വയനാട് ലീഗിന്റെ പിന്തുണയിലാണ് യഥാർത്ഥത്തിൽ വിജയിക്കും എന്നുള്ളൊരു പ്രതീക്ഷയെങ്കിലും രാഹുൽ ഗാന്ധി വയനാട്ടിൽ സുരക്ഷിത മണ്ഡലം എന്ന് കരുതുന്നത്. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, ലീഗിന് ഉത്തർപ്രദേശിലോ രാജസ്ഥാനിലോ മധ്യപ്രദേശിലോ ഒരു സീറ്റ് കൊടുക്കാൻ കോൺഗ്രസ് തയ്യാറാകുമോ? നിങ്ങൾ മുന്നണിയാണല്ലോ. നിങ്ങൾ ഈ രാജ്യത്ത് കോൺഗ്രസ് ശക്തവും ലീഗ് ദുർബലവുമായ ഒരിടത്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ഒരു സീറ്റ് കൊടുക്കാൻ തയ്യാറാകുമോ? ലീഗിന്റെ ഏതെങ്കിലും ഒരു അഖിലേന്ത്യാ നേതാവിന് വേണ്ടി തയ്യാറാകുമോ? തയ്യാറാകില്ലെന്ന് മാത്രമല്ല, മുസ്ലിം നാമധാരികളായ ആളുകളെ പോലും ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ, മുഖ്യധാരാ രാഷ്ട്രീയത്തിൽ വേദികളിലേക്ക് പോലും കൊണ്ടുവരുന്നതിനെ വിലക്കുന്നതാണ് രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയം, കോൺഗ്രസിന്റെ രാഷ്ട്രീയം. നമ്മൾ ഗുജറാത്തിൽ അത് കണ്ടതാണ്, പലയിടങ്ങളിലും അത് കണ്ടതാണ്. കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് ആളുകൾ മാറിപ്പോകുന്നു മാത്രമല്ല. റഹീം, ഞാൻ മടങ്ങി വരാം താങ്കളിലേക്ക്. ശ്രീ ശൂർനാട് രാജശേഖരൻ, ഗുലാം നബി ആസാദാണ് പറഞ്ഞത് തന്നെ ഒരു നോൺ മുസ്ലിം കാൻഡിഡേറ്റിന് വേണ്ടി പ്രചാരണം നടത്താൻ വിളിക്കാറില്ല, അത്തരം വിളിക്കുന്നവരുടെ എണ്ണം 4-1 കുറഞ്ഞിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞാൻ റഹീം സൂചിപ്പിച്ച ഒരു കാര്യത്തോട് ചേർത്ത് വയ്ക്കുകയാണ്. മറ്റൊരു കാര്യം, നമ്മൾ ഈ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് മറ്റൊരു ടെലിവിഷൻ ചാനലിൽ ഈ ശബരിമല കർമ്മസമിതിയുടെ ഒരു ചിദാനന്ദപുരി സ്വാമി അദ്ദേഹം പറഞ്ഞത് NDAയുടെ സ്ഥാനാർത്ഥികൾ ജയിക്കണം, അതുപോലെ തന്നെ കണ്ണൂരിൽ കെ സുധാകരൻ ജയിക്കണമെന്നാണ്. കണ്ണൂരിൽ രാഹുൽ ഗാന്ധി പ്രചാരണം ഒഴിവാക്കിയതും ഈ ശബരിമല കർമ്മസമിതി കെ സുധാകരന് പിന്തുണ പ്രഖ്യാപിക്കുന്നതും ഒക്കെ തികച്ചും യാദൃച്ഛികമായി കണക്കാക്കണം. ഇതൊക്കെ എന്ത് കാര്യമായി പറയുന്നത്? രാഹുൽ ഗാന്ധിയുടെ സന്ദർശനത്തിന് നേരത്തെ തന്നെ പരിപാടിയിൽ ഇട്ടതാണ്. ആ പരിപാടിയിൽ ഇന്നലെ 16-ാം തീയതി മുഴുവൻ അദ്ദേഹത്തിൻ്റെ കേരളം മുഴുവനുള്ള മറ്റ് സ്ഥലങ്ങളും, 17-ാം തീയതി ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ നിയോജകമണ്ഡലത്തിൽ ആകെ കിട്ടുന്ന ഒരു ദിവസമാണ്, അതിനുവേണ്ടി മാറ്റിവെച്ചതാണ്. അപ്പോൾ കണ്ണൂരാണ് താമസിച്ചതുകൊണ്ട് കണ്ണൂരിൽ കോൺഗ്രസിൻ്റെ ഉന്നതരായ നേതാക്കന്മാരുമായിട്ട് അദ്ദേഹം ആശയവിനിമയം നടത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിലേക്ക് വയനാട്ടിലേക്ക് പോവുകയായിരുന്നു. അതിനൊരു വേറൊരു വ്യാഖ്യാനം. എന്ത് വ്യാഖ്യാനമായത്? ഇത് എവിടുത്തെ വ്യാഖ്യാനമാണ്? പിന്നെ അതുപോലെ റഹീമിവിടെ പറഞ്ഞു, എനിക്കത് വളരെ രസകരമായി തോന്നുന്നു. സംഘപരിവാറിനെയും അവർ നയിക്കുന്ന ഈ പ്രസ്ഥാനത്തെ നേരിടാൻ കോൺഗ്രസ്സിന് കഴിയുമോ എന്ന് ചോദിച്ചു. CPM-ന് കഴിയുമോ? CPM എവിടെയുണ്ട്? ഈ പ്രാവശ്യം 10-ൽ താഴെ സീറ്റ് CPM-ന് നേടാൻ കഴിയുമോ? കൂടുതൽ സീറ്റ് അതിനുവേണ്ടി അവർ മത്സരിക്കുന്നുണ്ടോ? 543 MP-മാർ വരുന്നിടത്ത് CPM-ന്റെ പ്രസക്തി എന്താണ്? മന്ത്രിസഭ രൂപീകരിക്കാൻ സംഘപരിവാറിൻ്റെ നേതാവിനെ വിളിക്കണമോ, ഒന്നാമത്തെ കക്ഷിയെ ആരെ വിളിക്കണമെന്ന് നോക്കുമ്പോൾ CPM ഇതിൻ്റെ ഏതെങ്കിലും പ്രതലത്തിൽ അവർക്ക് വരാൻ കഴിയുമോ? എന്ത്? അപ്പോൾ പിന്നെ കോൺഗ്രസ് പ്രിയങ്ക എവിടെ പോകണമെന്നും, പ്രിയങ്ക കോൺഗ്രസ് ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ UP-യിലെ പ്രധാനപ്പെട്ട കിഴക്കൻ UP-യുടെ ചുമതല പ്രിയങ്കയ്ക്കാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ വർക്ക് ചെയ്യേണ്ടത് പ്രിയങ്കയുടെ ജോലിയാണ്. റഹീമാണോ ഒന്ന് ചെയ്യുന്നത്? അയോധ്യയിൽ പോകുന്നതിനകത്ത് എന്താ? അയോധ്യയിൽ പോയാൽ, ശബരിമലയിൽ പോയാൽ എന്താ കുഴപ്പം? അയോധ്യയിൽ പോവും, സംസാരിക്കും, കാര്യങ്ങൾ പറയും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ എവിടെ മത്സരിക്കണമെന്നും എവിടെ പോകണമെന്നും കോൺഗ്രസ് അല്ലേ തീരുമാനിക്കുന്നത്? നിങ്ങൾക്ക് എന്ത് പങ്കാണ്? നിങ്ങൾ ഗാലറിയിൽ ഇരുന്ന് കളി കാണുക. കളി നടക്കുന്നത് BJP-യും കോൺഗ്രസും തമ്മിലാണ് ഇന്ത്യയിൽ നടക്കുന്നത്. ഈ സംഘപരിവാറിൻ്റെയും ഈ വർഗീയ പ്രസ്ഥാനത്തെയും ഈ ഏകാധിപത്യ പ്രസ്ഥാനത്തെയും. പ്രിയങ്ക ഗാന്ധി ബാബരി മസ്ജിദിന്റെ മിനാരങ്ങളുടെ അടുത്ത് പോയില്ല എന്ന് താങ്കൾ കുറ്റപ്പെടുത്തിയതുകൊണ്ട് ചോദിക്കുകയാണ്, കോടതിയുടെ മുമ്പിലുള്ളൊരു കേസിൽ അത്തരമൊരു നീക്കം പ്രിയങ്ക നടത്തിയിരുന്നെങ്കിൽ അതിനെ ആദ്യം വിമർശിക്കുക CPM ആയിരുന്നില്ലേ? അങ്ങനെയാണോ ചെയ്യേണ്ടത്? ബാബരി മസ്ജിദിന്റെ താഴെക്കൂടങ്ങളിൽ പോയിട്ട് വോട്ട് നേടാൻ ശ്രമിക്കുകയാണോ പ്രിയങ്ക ചെയ്യേണ്ടിയിരുന്നത്? ഞാൻ ചോദിച്ച ചോദ്യത്തിന്റെ വാക്കുകളിലെ അർത്ഥവും സാങ്കേതികത്വവും അല്ല താങ്കൾ കരുതേണ്ടത്. ഞാനത് മുന്നോട്ട് വെച്ചതൊരു ആശയമാണ്. കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന മൃദു ഹിന്ദുത്വ സമീപനത്തെയാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അതല്ല RSSനെ നേരിടാനുള്ള വഴി എന്നാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അയോധ്യയല്ല പ്രിയങ്ക ഗാന്ധി തിരഞ്ഞെടുക്കേണ്ട സ്ഥലം. തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിക്കുന്ന അവർ തിരഞ്ഞെടുക്കേണ്ട സ്ഥലം സബർമതിയാണ്. അയോധ്യയല്ല, സബർമതിയാണ് ഇന്ത്യയിൽ രാഷ്ട്രീയ പ്രവർത്തനം. സബർമതി ഗുജറാത്തിലല്ലേ ശ്രീ റഹീം? പറയട്ടെ പ്ലീസ്. അല്ല, അത് ഗുജറാത്തിലായി പോയില്ല, അവരുടെ ചുമതല ഉത്തർപ്രദേശിലല്ലേ? ഞാനത് സംസാരിക്കട്ടെ. നിങ്ങൾ വല്ലാതെ എന്നെ കോൺഗ്രസ് ആകാതിരിക്കൂ. അങ്ങനെ പ്രവർത്തിക്കാൻ അല്ല പ്ലീസ്.
എന്റെ പിഴവ് കൊണ്ടല്ല സ്റ്റുഡിയോയിലെത്താൻ കഴിയാത്തത്. എന്നിട്ട് ഫോണിൽ സംസാരിക്കുമ്പോൾ എന്നെ ഇങ്ങനെ ഇന്ററപ്റ്റ് ചെയ്തത്. രണ്ട്, നിങ്ങൾ കേൾക്കേണ്ടത് ഞാൻ മുന്നോട്ട് വെക്കുന്ന ഒരു പൊളിറ്റിക്സ് ആണ്. ചിദാനന്ദപുരിയുടെ പ്രസംഗത്തെ നിങ്ങൾ വളരെ വേദനയോടുകൂടി ഇവിടെ ഉദ്ധരിച്ചു. തെറ്റാണ്, അങ്ങനെ കേരളത്തെ വിഘടിപ്പിക്കാൻ പാടില്ല. എന്തുകൊണ്ട് ആ വേദന കോൺഗ്രസിന് തോന്നുന്നില്ല? ശ്രീധരൻപിള്ളയുടെ ഏറ്റവും അതിന് സമാനമായ ഒരു മുസ്ലിം വിരുദ്ധ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, രാജ്യത്തിന്റെ പല കോണുകളിലും വസ്ത്രം മാറ്റി മതപരിശോധന നടത്തിയതിനെ കുറിച്ച് പലപ്പോഴും പല ചർച്ചകളും വന്നിട്ടുണ്ട്. പല പ്രമുഖർക്ക് പോലും അങ്ങനെ തെറ്റായ പ്രവണതകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ലോകത്തിന്റെ പല ഭാഗത്തും, അതോ ഇന്ത്യയിൽ തന്നെ പലയിടത്തും. അത്തരമൊരു സമീപനം കേരളത്തിൽ ഒരാൾ പരസ്യമായി പ്രസംഗിക്കുക എന്ന് പറയുന്നത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. ആ പ്രസംഗത്തിനെതിരെ കോൺഗ്രസിന് എന്തുകൊണ്ടൊരു വേദനയും തോന്നുന്നില്ല? ഇതാണ് എന്റെ ചോദ്യം. ഇത് കോൺഗ്രസ് തുടർന്ന് വരുന്ന മൃദുഹിന്ദുത്വ സമീപനത്തിന്റെ ഭാഗമാണ്. ഞാൻ പറയട്ടെ, ഈ രാജ്യത്തിന്റെ പല കോണുകളിലും മുസ്ലിം ജനവിഭാഗങ്ങളെ വേട്ടയാടിയപ്പോഴും ഞാൻ പറയട്ടെ, കോൺഗ്രസിന്റെ BJPയുടെ ഈ തെരഞ്ഞെടുപ്പിലെ സ്ലോഗൻ എന്താണ്? രാമക്ഷേത്രം പണിയും. കോൺഗ്രസ് വക്താവ് പറഞ്ഞ എന്താണ്? രാമക്ഷേത്രം പണിയും. രാഹുൽ ഗാന്ധി വയനാട്ടിലെങ്കിലും വരുമ്പോൾ അതല്ല ഞങ്ങളുടെ മുദ്രാവാക്യമെന്ന് അദ്ദേഹത്തെ എന്തുകൊണ്ട് തള്ളിപ്പറയുന്നില്ല? എന്തുകൊണ്ട് മേനകാ ഗാന്ധിയുടെ പ്രസ്താവനയ്ക്കെതിരെ ഇവർക്ക് വേദന തോന്നുന്നില്ല? ഇവിടെ ഞാൻ ഇതെല്ലാം പോട്ടെ, ഞാൻ കൊല്ലത്തെ ശ്രീ പ്രേമചന്ദ്രന്റെ പ്രസംഗം മീഡിയാവൻ കേട്ടോ. ഞാൻ വേണമെങ്കിൽ അജിത് സിരിപ്പുഴത് അയച്ചു തരാം. നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്യുമോ? ചെയ്യരുത് എന്നാണ് എന്റെ അഭ്യർത്ഥന. ആരും അത് കൂടുതൽ കേൾക്കരുത് എന്നാണ് എന്റെ അഭ്യർത്ഥന. യോഗി ആദിത്യനാഥും ഈ പറഞ്ഞ ചിദാനന്ദപുരിയും തോറ്റുപോകും ആ പ്രസംഗം കേട്ടാൽ. ശുദ്ധ അസംബന്ധങ്ങൾ, ഒരടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പറഞ്ഞ് വർഗീയമായി അങ്ങനെ തരം താഴ്ന്ന ഒരാൾ വോട്ട് ചോദിക്കുമ്പോൾ ഒരു RSSകാരനെ പോലും പരാജയപ്പെടുത്തുന്ന വിധം കൊല്ലത്തെ സ്ഥാനാർത്ഥി സംസാരിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നു, ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? കോൺഗ്രസും വലതുപക്ഷ രാഷ്ട്രീയവും BJP ഉയർത്തിപ്പിടിക്കുന്ന അതേ പാതയിലൂടെ നടക്കാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ വിഘടനവാദത്തിന് വേണ്ടി കേരളത്തെ വികസിപ്പിക്കാൻ മോദി ശ്രമിച്ചു, ശരിയാണ്. അന്ന് ഇവർ പറഞ്ഞത് കൊടിയെടുക്കാതെ ആ വിഭജന ശ്രമത്തിന്റെ കൂടെ പോകാനാണ്. അന്ന് കൊടിയെടുക്കാതെ പോയവരെല്ലാം പോയി. ആളില്ല ഇന്ന് കോൺഗ്രസിന് പ്രവർത്തിക്കാൻ. ശരി റഹീം, സമയക്കുറവുണ്ട്, അതുകൊണ്ടാണ്. ശ്രീ രാധാകൃഷ്ണൻ മേനോൻ, നിങ്ങൾ CPM-ഉം കോൺഗ്രസും കേരളത്തിൽ ഒരു നാണയത്തിന്റെ ഇരുപുറങ്ങളാണെന്ന് നിങ്ങൾ പ്രചരിപ്പിക്കുകയും അവർ തമ്മിൽ ഒത്തുകളിക്കുകയാണെന്ന് പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ രാഷ്ട്രീയത്തിന്റെ മറ പിടിക്കുകയാണോ കോൺഗ്രസ്? അത് രണ്ടും ഒരേ രാഷ്ട്രീയമാണ് പ്രചരിപ്പിക്കുന്നതെന്നാണ് റഹീം പറയുന്നത്. അല്ല, കോൺഗ്രസിനെ സംബന്ധിച്ച് ഞാൻ സൂചിപ്പിച്ചല്ലോ, ഇവിടെ CPM മത്സരിക്കുന്നത് നേരത്തെ ഇവിടെ തന്നെ പരാമർശിക്കപ്പെട്ടതുപോലെ പരമാവധി 10 സീറ്റ് കിട്ടാൻ വേണ്ടി മത്സരിക്കുന്ന CPM, പരമാവധി 100 സീറ്റ് ലക്ഷ്യമിട്ട് മത്സരിക്കുന്ന കോൺഗ്രസ്. അപ്പോൾ ഈ രണ്ടിനും ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എത്രമാത്രം വലിയ പ്രസക്തി ഉണ്ട് എന്ന് സമൂഹം നന്നായി നോക്കിക്കാണുന്നുണ്ട്. കേരളത്തിൽ ശരിയാണ്, കേരളത്തിൽ ഈ രണ്ട് പാർട്ടികളും സ്വാഭാവികമായിട്ട് ഇടത് വലത് മുന്നണികൾക്ക് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ അവർ കേരളത്തിലെ സമൂഹത്തെ ഈ തെരഞ്ഞെടുപ്പിൽ പരമാവധി കേരളത്തിൽ സീറ്റ് നേടാനുള്ള തന്ത്രം അത് കോൺഗ്രസ് പരിശ്രമിക്കുന്നു. അതിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോക്കറ്റ് അടിച്ചിട്ടാണെങ്കിലും അത് കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്നവർ അതിനുവേണ്ടി പരിശ്രമിക്കുകയും അങ്ങനെ നീക്കം നടത്തുകയും ചെയ്തപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ശക്തമായ എതിർപ്പുണ്ടായി. പക്ഷേ CPM-ന്റെ ദേശീയ നേതൃത്വവും ഇവരും തമ്മിലുണ്ടാക്കിയ ധാരണയനുസരിച്ച് രാഹുൽ ഗാന്ധി വീണ്ടും ഇവിടെ ഉറച്ചു നിന്ന് മത്സരിക്കുന്നു. അതിനനുസൃതമായി രാഹുൽ ഗാന്ധി പ്രസംഗിക്കുന്നു. അതാണല്ലോ ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും ഈ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് അച്ചുതണ്ടിനെ ഇവരൊരുമിച്ചിട്ടുള്ള എങ്ങനെയും മോഡിയെ താഴെ ഇറക്കണം എന്നുള്ള പ്രചരണം, BJP-യെ ഒഴിവാക്കണം എന്നുള്ള പ്രചരണം, ഇതാണ് ഇവർ നടത്തുന്നത്. ഇവിടെ ചർച്ച അവസാനിപ്പിക്കുന്നത് ശ്രീ ലാൽകുമാർ, താങ്കളേക്ക് അവസാനമായി. ശ്രീ ലാൽകുമാർ, നോക്കൂ, ദേശീയ നേതൃത്വം CPM-ന്റെ ദേശീയ നേതൃത്വം ഒരിക്കലും ഇവിടെ LDF നേതാക്കൾ, ഇവിടുത്തെ CPM നേതാക്കൾ പറയുന്നത് പോലെ രാഹുലിനെതിരെ രൂക്ഷമായ ഒരു പ്രതികരണം നടത്തുന്നില്ല. ഇത് ചൂണ്ടിക്കാട്ടിയാണ് BJP കേരളത്തിൽ പ്രചാരണം നടത്തുന്നത്. അപ്പോൾ കേരളത്തിൽ എന്ത് അജണ്ടയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് ഇടത് പാർട്ടികൾക്ക് കൃത്യമായി ഊഹിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായിരിക്കെ ഈ രാഹുലിനെതിരായുള്ള ഒരു ആക്രമണം അനാവശ്യമായിരുന്നു തോന്നുന്നില്ലേ? വളരെ ചുരുക്കി. രാഹുൽ ഗാന്ധിയുടെ ഒരു വേവ് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ആ വേവ് ഉണ്ടാക്കുന്ന എലമെൻറ്റിനെ തടയാനുള്ള ശ്രമം ഇവിടുത്തെ ഇടതുപക്ഷം നോക്കില്ലേ? അതിനകത്ത് എന്താണ് തെറ്റ്? ന്യായമായിട്ട് നോക്കുകയാണെങ്കിൽ വേവ് ഉണ്ടാക്കുന്നവരെയല്ലേ തടയാൻ ശ്രമിക്കുക? ആ ശ്രമം മാത്രമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ, ആദ്യത്തെ ദേശാഭിമാനിൻ്റെ ആർട്ടിക്കിൾ വന്നെങ്കിൽ അതിന് ഖേദപ്രകടനം നടത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഒരു കാര്യം മറുപടി പറഞ്ഞോട്ടെ. രാധാകൃഷ്ണൻ മേനോനുമായിട്ട് ബന്ധപ്പെട്ട് ഇലക്ഷൻ മാനിഫെസ്റ്റോയെക്കുറിച്ച് അദ്ദേഹം കുറേ സംസാരിച്ചു. 1-2 പോയിന്റുകൾ. അതിലെ ഡിമോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞത് 2014 ഇവരുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോയ്ക്കകത്ത് ഇല്ലായിരുന്നു. അത് കൂടാതെ കാണിച്ച തോന്നിവാസമാണെന്നുള്ള കാര്യം ജനങ്ങൾക്കറിയാം. 2, ബേട്ടി ബച്ചാവോ അങ്ങനൊരു സ്കീം കൊണ്ടുവന്നിരുന്നു.
അതും പ്രൈം മിനിസ്റ്റർ മോഡിയുടെ തിരിഞ്ഞും മറിഞ്ഞും നിൽക്കുന്ന ഫോട്ടോ എടുത്ത് പരസ്യം നടത്താനായിട്ടാണ് 60% എക്സ്പെൻഡിച്ചർ നടത്തിയെന്നുള്ള കാര്യം ആൾക്കാർ മറന്നു പോകരുത്. എന്ത് വികസനമാണ് അതുകൊണ്ട് നടന്നത്? അപ്പം ഇവർ വർഷങ്ങളായിട്ട് പറയുന്ന പല കാര്യങ്ങളും എല്ലാം പേപ്പറിലിരിക്കുകയും ഒരു ഗുണവും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. BJP എന്ത് ഓഫർ ചെയ്യുന്നോ ദാറ്റ് വിൽ എക്സിസ്റ്റ് ആസ് ആൻ ഓഫർ ഓൺ പേപ്പർ. അതിവിടുത്തെ പൊതുബോധമുള്ള ആൾക്കാർക്ക് മനസ്സിലാകുന്നുണ്ട്. അത് ഇവർ പത്തനംതിട്ടയും ട്രിവാൻഡ്രം ഒക്കെ വളരെ അധികം ഫണ്ട് ഇറക്കി കളിക്കുന്നുണ്ട്. എനിക്ക് 100% ഉറപ്പാണ് ഇവിടുത്തെ ആൾക്കാർക്ക്. അത് മറ്റൊരു വിഷയമാണ് ലാൽകുമാർ, അത് നമുക്ക് മറ്റൊരു അവസരത്തിൽ ചർച്ച ചെയ്യാവുന്നതാണ്. വളരെയധികം നന്ദി ശ്രീ ലാൽകുമാർ, ശ്രീ ജോർജ് പൊടിപ്പാറ, ശിവനാട് രാജശേഖരൻ, രാധാകൃഷ്ണ മേനോൻ, AR റഹീം ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് പ്രതികരിച്ചതിന്.